സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും അതിശക്തമായ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ വരുന്നതിനെ തുടർന്നാണ് വീണ്ടും ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. രാത്രിയും മഴ മാറി, കാലാവസ്ഥയെല്ലാം തന്നെ മാറിയിരിക്കുന്നു, എന്നാൽ സുഖമായി ഇവിടെ കിടന്നുറങ്ങാം, പ്രത്യേകിച്ച് മുൻകരുതലുകളൊന്നും വേണ്ട എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ക്യാമ്പിൽ താമസിക്കുന്നവർ വീട്ടിലേക്ക് പോയി കിടക്കാം എന്നാണെങ്കിൽ ആ ചിന്ത തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക. സംസ്ഥാനത്ത് വരുന്ന 2 ദിവസവും കൂടി അതിശക്തമായ മഴ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെക്കൻ കർണാടകയുടെ സമീപ പ്രദേശങ്ങൾക്ക് മുകളിലും തെക്കൻ തമിഴ്നാടിനും പുതുച്ചേരിക്ക് മുകളിലും ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി 4.5 കിലോമീറ്റർ ഉയരത്തിൽ മറ്റൊരു ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ 9-ാം തീയതി വരെ നേരിയതോ മിതമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഓറഞ്ച് അലർട്ട് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും 7-ാം തീയതി മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഓഗസ്റ്റ് 6, 7 തീയതികളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുമുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. മഴയുടെ തീവ്രത കുറഞ്ഞാലും ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട കനത്ത മഴയുണ്ട്. കാലവർഷക്കെടുതിയിൽ ഇതുവരെ 26 പേർ മരിച്ചു, 4 പേരെ കാണാതെയായി. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഇടുക്കി മലങ്കര ഡാമിന്റെ 3 ഷട്ടറുകൾ കൂടി 1 മീറ്റർ വരെ ഘട്ടങ്ങളായി ഉയർത്തും. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആറന്മുളയിലെ മിക്ക സ്ഥലങ്ങളിൽ നിന്നും പ്രളയജലം ഇറങ്ങി. വയനാടിനോട് ചേർന്ന ഭാഗങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ വെള്ളക്കെട്ട് ഉള്ളത്. വെള്ളം ഇറങ്ങിയതോടുകൂടി ആളുകൾ വീടുകളിലേക്ക് തിരിച്ചെത്തി തുടങ്ങി. തിരിച്ചു പോകാനുള്ള കാത്തിരിപ്പിലാണ് മത്സ്യത്തൊഴിലാളികളും. റാന്നിയിലെ വെള്ളക്കെട്ട് പൂർണ്ണമായും ഇറങ്ങി. പമ്പാ നദിയിലെ ജലനിരപ്പ് താഴ്ന്നതോടുകൂടിയാണ് ആറന്മുളയിലെ പ്രളയജലം ഒഴുകിയത്. ചെങ്ങന്നൂർ, കോഴഞ്ചേരി, തിരുവല്ല, പത്തനംതിട്ട റോഡുകളിലെ വെള്ളക്കെട്ട് ഒഴുകിയതോടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. പന്തളം ആറന്മുള റോഡിൽ കോളേജ് ജംഗ്ഷനിലെ വെള്ളക്കെട്ട് ഉണ്ടെങ്കിലും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. താഴ്ന്ന പ്രദേശത്ത് വാഹനങ്ങളെല്ലാം ഉയർന്ന പ്രദേശങ്ങൾ നിർത്തിയിട്ടിരിക്കുകയാണ്. ആളുകൾ വീടുകൾ വൃത്തിയാക്കി തിരിച്ചെത്താനുള്ള ശ്രമത്തിലാണ്. മിക്ക വീടുകളിലെയും വീട്ടുപകരണങ്ങൾ നഷ്ടമായി. മാത്രവുമല്ല, നിലവിലെ സാഹചര്യത്തിൽ ഈ മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും സൂക്ഷിക്കുക. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവർക്ക്, മാറി താമസിക്കുന്നവർക്ക് 300 രൂപ വീതം ദിവസവും നൽകുമെന്ന പ്രഖ്യാപനം വന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ 8 ലക്ഷം രൂപ വരെ വീട് നഷ്ടമായവർക്ക് നൽകും എന്നുള്ള മുന്നറിയിപ്പും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം: മരണപ്പെട്ടവർക്ക് 8 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ SDRF-ൽ നിന്നും, 2 ലക്ഷം രൂപ CMDRF-ൽ നിന്നും, 2 ലക്ഷം രൂപ PMNRF-ൽ നിന്നും ഉൾപ്പെടെ 8 ലക്ഷം രൂപ മരിച്ചവർക്ക് കൊടുക്കും. വീട്ടിൽ വെള്ളം കയറിയ എല്ലാവരുടെയും, വില്ലേജ് ഓഫീസറുടെ, ഉദ്യോഗസ്ഥന്മാരുടെയും റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് എല്ലാവർക്കും 10,000 രൂപ അവർക്ക് കൊടുക്കും. പിന്നെ മരിച്ചവരുടെ സംസ്കാര കർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. മുഴുവൻ ഡാമേജായ വീടുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് 4 ലക്ഷം രൂപയാണ്. അത് 6 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അവിടെ നേരത്തെ കൊടുത്തിരുന്നത് 6 ലക്ഷം രൂപ സ്ഥലം മേടിക്കാനും 4 ലക്ഷം രൂപ വീടിനുമാണ്. 10 ലക്ഷം, അത് 12 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ ഒരു റേഷൻ കാർഡിലെ 2 പേർക്ക് 300 രൂപ വെച്ച് ഡെയിലി കൊടുക്കും. അതേപോലെ തന്നെ തിരിച്ചു വീട്ടിലേക്ക് പോയി അവിടെ താമസിക്കാൻ പറ്റാത്തവർക്ക്, അവർക്ക് ആ വീട്ടിൽ താമസിക്കാൻ, പുതിയ വീട്ടിലോ അല്ലെങ്കിൽ ആ വീട് റെഡിയാവുന്നതുവരെ താമസിക്കാൻ വേണ്ടിയിട്ട് മാസം റെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം. നമുക്ക് ഈ ക്രോപ്പ് അസിസ്റ്റൻസ്, അതായത് കൃഷിനാശം ഉണ്ടായാലുള്ള നഷ്ടം നമ്മൾ 25% വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ധാരാളം കടകൾ വെള്ളം കയറി നശിച്ച് അവരുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി, അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യമായി അങ്ങനെ വെള്ളം കയറി കടകൾ നശിച്ചവർക്ക് ഓരോ കടയ്ക്കും 10,000 രൂപ പ്രത്യേകമായി കൊടുക്കാൻ